നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് 10 പേർക്ക് ഉണ്ടാക്കാൻ പറ്റിയ തലശ്ശേരി സ്റ്റൈൽ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി റെസിപ്പി കേട്ടോ പറഞ്ഞു തരുന്നത്. നമ്മുടെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഒക്കെ വരുമ്പം ഈ റെസിപ്പി ഫോളോ ചെയ്ത് ഉണ്ടാക്കിയുണ്ടല്ലോ, ഞാൻ ഗ്യാരണ്ടി തരുന്നു 100% എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. നന്നായി ക്ലീൻ ചെയ്ത 2 കിലോ ചിക്കനിലേക്ക് 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1/2 ടീസ്പൂൺ ടർമറിക് പൗഡറും 1 ടീസ്പൂൺ ഗരം മസാലയും കുറച്ച് കറി ലീവ്സ്, ഉപ്പ്, കുറച്ച് കോൺഫ്ലവർ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ 1 കിലോ ബാസ്മതി റൈസ് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ കുതിർത്തി വെക്കാവേ. ഒരു സവോള ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുക്കാവേ. അതിൻ്റെ കൂടെ 50 ഗ്രാം കാഷ്നട്ടും 50 ഗ്രാം കിസ്മിസും കൂടെ ഫ്രൈ ചെയ്ത് മാറ്റിയേക്കാവേ. ഉള്ളി വറുത്തതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കൊന്ന് ആ സെയിം എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാവേ. ഇനി അടി കട്ടിയുള്ളൊരു പാത്രത്തിലേക്ക് പട്ട, ഏലക്ക, ഗ്രാമ്പു, കറിവേപ്പില, 700 ഗ്രാം സവോള എന്നിവ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാവേ. പെട്ടെന്ന് വാടി വരാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാവേ. നന്നായി വാടി വന്നതിന് ശേഷം അതിലേക്ക് 25 ഗ്രാം ഇഞ്ചി ചതച്ചത്, 25 ഗ്രാം വെളുത്തുള്ളി ചതച്ചത്, ഒരു 3 പച്ചമുളക് ചതച്ചത് എന്നിവ ചേർത്ത് കൊടുത്ത് നന്നായി വാട്ടിയെടുക്കാവേ. ഇതിലോട്ടൊരു 400 ഗ്രാം പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാവേ. തക്കാളി നന്നായി കുക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇതിലേക്ക് മല്ലിയില, പുതിനയില എന്നിവ 20 ഗ്രാം വെച്ച് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടീസ്പൂൺ കൊറിയാണ്ടർ പൗഡറും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും 2 ടീസ്പൂൺ ബിരിയാണി മസാലയും 1 ടീസ്പൂൺ ഗരം മസാലയും നല്ലപോലെ പച്ചമണം മാറുന്നോണ്ടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ മസാലയിലോട്ട് നമുക്ക് 3 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാവേ. ഇതിലോട്ട് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാവേ. ഈ മസാല ഭയങ്കര തിക്കാണെങ്കിൽ ഒരു കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കാവേ. എന്നിട്ട് നമുക്കിത് മൂടി വെച്ച് ചെറു തീയിൽ കുക്ക് ചെയ്യാവേ. ഈ സമയത്ത് നമുക്ക് നമ്മുടെ റൈസ് ഉണ്ടാക്കാവേ. റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, സ്റ്റാർ, ക്യാരറ്റ് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ഒരു ചെറുനാരങ്ങയുടെ പകുതിയും കൂടെ പിഴിഞ്ഞ് ചേർത്ത് നമുക്ക് ഒരു 80% വരെ വേവിച്ച് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാവേ. വെള്ളത്തിൽ ചേർത്ത ഉപ്പ് കുറച്ച് മുമ്പോട്ട് നിൽക്കാൻ ശ്രദ്ധിക്കണേ, എന്നാലേ നമുക്ക് റൈസിന് കറക്റ്റ് ഉപ്പ് കിട്ടുള്ളൂ. ഈ റൈസ് നമ്മുടെ മസാലയുടെ മുകളിൽ ഇട്ട് കൊടുത്ത് ഒരു 3 ടീസ്പൂൺ നെയ്യ്, ഒരു 50 ഗ്രാം മല്ലിയിലയും പുതിനയിലയും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കാഷ്നട്ട്, കിസ്മിസ് എന്നിവ അതിൻ്റെ മുകളിൽ വെതറിയതിന് ശേഷം കുറച്ച് അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് ഒരു ലിഡ് വെച്ച് 30 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. തീ ഓഫ് ചെയ്തിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമ്മൾ അലുമിനിയം ഫോയിൽ മാറ്റിയിട്ട് മുകളിലത്തെ റൈസ് മാത്രം പതുക്കെ ചിക്കനുമായിട്ട് മിക്സ് ആകാതെ പതുക്കെ അതെടുത്ത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാവേ. ഒരു റൈസ് പോലും നമുക്ക് തമ്മിലൊട്ടാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് റൈസും ചിക്കനും ചേർത്ത് സെർവ് ചെയ്യാവേ. ഇതുപോലെ അടിപൊളി റെസിപ്പീസിനായിട്ട് ഈ പേജിൽ നിന്ന് ഫോളോ ചെയ്യാനും ഈ റെസിപ്പി നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കില്ലേ. താങ്ക്